പലതരത്തിലുള്ള ബീഫ് റോസ്റ്റുകൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഇതുപോലൊരെണ്ണം ചാൻസ് കുറവാണ്. ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കൂ. ഇതൊരു പുതിയ ശൈലിയിലുള്ള ബീഫ് റോസ്റ്റാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നൊരു സ്പെഷ്യൽ ബീഫാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 കിലോയോളം ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളാക്കി, ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, 1 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടി ഏതാണ് 2 സ്പൂണ്. നിങ്ങൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 സ്പൂൺ ഒക്കെ ഇട്ടാൽ മതിയാകും കേട്ടോ. 2 സ്പൂണ് മല്ലിപ്പൊടി, 1 ബീഫ് മസാല 2 സ്പൂൺ, വലിയ ജീരകം 1 സ്പൂൺ, അല്പം സബോള, കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി. കാരണം നമ്മൾ വേറെ ഫ്രൈ ചെയ്യുമ്പോൾ സബോള ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അതൊന്ന് വിടർത്തിയിടുക. 1 തക്കാളിയുടെ പകുതി നീളത്തിൽ, 1-1.5 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി. ഇത് ചതച്ചത്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ്. പച്ചമുളക് നമ്മൾ നേരെ അരിഞ്ഞെടുക്കും. ഇത് കൂടാതെ 1 ഇല വേപ്പില. ഇനി ഇതിനോടൊപ്പം നമ്മൾ 1 സ്പൂണ് വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ കഷ്ണവും നാരങ്ങയുടെ നീരും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് വിനാഗിരി ഒരു പകുതി കൊടുക്കുക. ഇനി 2 സ്പൂണ് നെയ്യ്, ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഒഴിക്കും. നല്ല ശക്തിയിൽ തന്നെ നിങ്ങൾ തിരുമ്മി ഒഴിപ്പിച്ചോളൂ. എത്രത്തോളം തിരുമ്മി യോജിക്കുന്നു അത്രത്തോളം നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ തിരുമ്മി യോജിപ്പിക്കും. നോർമലി ഈ ബീഫിൽ നിന്ന് വെള്ളമിറങ്ങും. എങ്കിലും ഒരു സേഫ്റ്റിക്കായിട്ട് നമ്മൾ 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർക്കും. ഒരു സേഫ്റ്റിക്കാരനാണ്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോർമലി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. പക്ഷെ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ബീഫ് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നേരമായി അത്
തുറന്നു വെച്ചിട്ട്, അതുകൊണ്ടാണ് അത് ഡ്രൈ ആയിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടു, സേഫ്റ്റി ഇടും. ഇനി ഞാൻ തീ ഓണാക്കുന്നു. പ്രഷർ കുക്കറിൽ ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടൊരു 5 വിസിൽ ചെറിയ ഫ്ലെയിമിലും ചെയ്യും. ബീഫ് വെന്തിടും. ബീഫ് നോർമലി പല സ്ഥലങ്ങളനുസരിച്ച് വേവ് വ്യത്യാസം ഉണ്ടാകും. എന്നാലും ഒരുവിധ ബീഫുകളെല്ലാം ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേവ് വെന്ത ശേഷം വീണ്ടും വരാം. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ബീഫ് ഉണ്ടാക്കാൻ ആരംഭിക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 സ്പൂൺ നെയ്യ് ഒഴിക്കും. അധികം നെയ്യ് വേണ്ട. നമ്മൾ ഓൾറെഡി ബീഫ് ഉണ്ടാക്കുന്നതായിരിക്കും നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 3 സ്പൂൺ നെയ്യൊക്കെ ധാരാളം. അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചേർത്ത്, ഒരു കഷ്ണം ഇഞ്ചി, ഉരിയത്തുള്ള വേപ്പില, ഇത്രയും നമ്മൾ ആഡ് ചെയ്യുന്നു. ഒന്നിളക്ക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവോള പകുതി നമ്മൾ ബീഫ് വേവിക്കുന്നതിനോടൊപ്പം ചേർക്കുന്നു. ബാക്കിയുള്ള ഏകദേശം ഒരു 3/4 സവോളയോളം ഉണ്ടാവും. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. സവോള നന്നായി വഴണ്ട് വരണം. അതിനായിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പ്, നമ്മൾ 1 സ്പൂൺ ഉപ്പ് ബീഫിലിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ടാൽ മതി. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ആഡ് ചെയ്യും. നന്നായിട്ട് സവോള വെന്ത് വരണം, വാടി നന്നായിട്ട് കളറ് മാറി വരണം. ആ കളർ മാറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. സവോള നിറം മാറി വന്നിട്ടുണ്ട്. നിറം മാറിയ സവോളയിലേക്ക് ഒരു തക്കാളിയുടെ പകുതി, നേരത്തെ നമ്മൾ പകുതി ബീഫ് വേവിക്കുന്നതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള പകുതി ഒരു ഇത്തിരി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർക്കാം. തക്കാളി ഉടഞ്ഞൊന്നും പറ്റില്ല, ഒന്ന് വെന്ത് വന്നാൽ മതി. ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കും. തക്കാളിക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. സവോള നിറം മാറി. ഇതിലേക്ക് നമ്മൾ മസാലകളോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. പകരം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബീഫ് ഇതിനകത്തേക്ക് ഇടും. അതിൽ ഓൾറെഡി മസാലയും ഇതൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ആ വെള്ളം നമ്മൾ നേരത്തെ ഒഴിച്ച ഒരു 1/4 കപ്പ് വെള്ളവും ആണ് ഇതിനകത്തുള്ളത്. ഇത് ഞാൻ പറഞ്ഞു, വേറൊന്ന് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഹൈ പ്രഷറിലും പിന്നീട് ഒരു 5 ലോ പ്രഷറും ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ ലോ പ്രഷർ ചെയ്യുന്ന സമയത്തിൽ വെള്ളം ഒന്ന് വറ്റും. അതാണ് ആ വെള്ളം കുറഞ്ഞ് കാണുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കുക. ആ തക്കാളിയും സവോളയൊക്കെ ഇതിൽ ചേരണം. അതിലില്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ മസാലകളൊക്കെ ഇതിൽ വരും.
വിനാഗിരി ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു പുളി ഉണ്ടാവും, ചെറുതല്ല മോശമായിട്ട് അതൊരു പുളി ഉണ്ടാവും. അടച്ചു ഒരു 2 മിനിറ്റ് എൻ്റെ കയ്യിൽ. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തു വന്നു. കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അധികമില്ല, പക്ഷേ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ അധികമൊന്നും വെള്ളമുണ്ടാകില്ല. അപ്പോൾ അത് ഒന്ന് വറ്റണം. അതിന് വേണ്ടി നമ്മൾ ഒന്ന് തീ കൂട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് യോഗട്ട് ചേർക്കും. നന്നായി ഇളക്കുക. ആ യോഗട്ട് ബീഫിൽ നന്നായിട്ട് പിടിക്കണം. യോഗട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും, കുറച്ചുകൂടി ലൈറ്റ് കളറിലേക്ക് വരും. ഒരു പുളിപ്പ്, നമ്മുടെ വിനാഗിരിയുടെ പുളിപ്പ് മാറി വേറൊരു രീതിയിലുള്ള പുളിപ്പും ചെറിയ ഒരു മധുരവും ഇതിനകത്തേക്കാണ്. വളരെ ചെറിയതാണ് മധുരമെന്ന് പറയാനൊന്നും പറ്റില്ല. ഒരു യോഗട്ടിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് എത്തുള്ളൂ. ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഒരു മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇതൊരു മൺചട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഈ ചൂട്ടത്തിരുന്നത് ഇതൊന്നുകൂടി വരും, ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ ശരിക്കും അത് റോസ്റ്റഡ് ആയിട്ട് തന്നെ വരും കേട്ടോ. ചിലർ ഇപ്പോൾ തന്നെ പറയുന്നത് ഇത് ഇനിയും റോസ്റ്റ് ആവണം, ഇതിൽ ചാറുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ടാവും. ഇത് മൺചട്ടിയാണ്, അതുകൊണ്ട് ഒന്നുകൂടി റോസ്റ്റ് ആവും. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്തു. മല്ലിയില ഇട്ടുള്ളൂ. തീ ഓഫ് ചെയ്യാം. ഇത്രയും ബീഫ് റോസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് പൊറോട്ടയോടൊപ്പം, ചപ്പാത്തിയോടൊപ്പം, ദോശയോടൊപ്പം, ഇവൻ ചോറിനൊപ്പം ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഫിനിഷ്ഡ്.